ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനായി ആവശ്യമായിരുന്നു. അഭിഭാഷക സംഘം മുഖ്യമന്ത്രിയെ കണ്ടു. ഞെട്ടലുണ്ടാക്കിയ വെളിപ്പെടുത്തൽ പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നിട്ടില്ല. ധർമ്മസ്ഥലയിൽ 1995-നും 2014-നും ഇടയിൽ സ്ത്രീകളെ കൊലപ്പെടുത്തി കൂട്ടത്തോടെ സംസ്കരിച്ചുവെന്ന ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും സബ് ഇൻസ്പെക്ടർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. ഫോറൻസിക് പരിശോധന, അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയ 5 ആവശ്യങ്ങളാണ് സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. ആരോപണ വിധേയരായവർ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണെന്നും അതിനാൽ നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. താൻ കുഴിച്ചെടുത്തത് എന്ന് അവകാശപ്പെട്ട് അസ്ഥികളുമായി പരാതിക്കാരൻ ഈ മാസം 11-ന് ബെൽത്തങ്ങാടിയിലെ കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കുഴിയെടുത്ത പരിശോധനയുൾപ്പെടെയുള്ള അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ചയായിട്ടും കുഴിച്ചു പരിശോധനയടക്കമുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. 1995 മുതൽ 2014 വരെ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് എല്ലാവരെയും ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ജൂലൈ 3-നാണ് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ പരാതി നൽകിയത്. ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് വിവരം. പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ ID യും സഹിതം പോലീസിൽ നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, മംഗളൂരു.